ഇപ്പോൾ ഫുട്ബോൾ താരം എബിൻ റോസ് കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ എബിൻ, വലിയ ഒരു ചാൻസ് ആണ് നമുക്കൊക്കെ മിസ്സായിരിക്കുന്നത്. എങ്ങനെയാണ് ഈ നിമിഷത്തിലെ ഒരു പ്രതികരണം? മികച്ചത്, നല്ല കാര്യം. എബിൻ, കേൾക്കാമോ? കേൾക്കാം, എനിക്ക് കേൾക്കാം. എബിൻ, എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു നഷ്ടപ്പെട്ടു പോയ ചാൻസിനെ കാണുന്നത്? മാം, നഷ്ടപ്പെട്ടല്ല, നമ്മൾ റിയാലിറ്റി, അതായത് രാഷ്ട്രീയത്തിന് വേണ്ടി സ്പോർട്സിനെ വിനിയോഗിക്കുന്നവർക്ക് കിട്ടിയ തിരിച്ചടിയായിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഇതുപോലൊരു അവസരം ഫുട്ബോളിന്റെ വളർച്ചയ്ക്കും ഇതെല്ലാം വളരെ വലുതാണെങ്കിലും നമ്മൾ റിയാലിറ്റി മനസ്സിലാക്കണം. ലോകരാജ്യങ്ങൾ 1ാം റാങ്കിൽ നിൽക്കുന്ന ഒരു ടീമിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെതായ കുറെ ക്രൈറ്റീരിയ പാലിക്കാനുണ്ട്. ആ ക്രൈറ്റീരിയ പാലിക്കാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളത് ആദ്യം ഉറപ്പുവരുത്തണം. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണം, നല്ല സ്റ്റേഡിയങ്ങൾ ഉണ്ടാവണം, നല്ല അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാവണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലാഗ് ചെയ്തിട്ട് വെറുതെ സ്പോൺസർഷിപ്പിന്റെ പേരിൽ മാത്രം, അതിന് കുറച്ച് ടെക്നിക്കൽ റീസൺസ് ഉണ്ട്. ഇന്റർനാഷണൽ മാച്ചസ് സംഘടിപ്പിക്കണമെങ്കിൽ കുറെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് വെറും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പന്ത് കളിയോ അല്ലെങ്കിൽ സ്പോർട്സിനെ വിനിയോഗിക്കുന്നവർക്ക് പറ്റിയ തിരിച്ചടിയായിട്ടാണ് എനിക്കിത് കാണുന്നത്. അതിന്റെ അഡ്വാൻറ്റേജസ് ഒരുപാടുണ്ട്, അത് കൊണ്ടുവന്നാൽ വളരെ വലിയ കാര്യം. പക്ഷേ യാഥാർത്ഥ്യത്തിൽ നിരക്കാത്ത പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കരുത്, ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നേരത്തെ ഒരുക്കേണ്ട സൗകര്യങ്ങളൊന്നും ഒരുക്കാതെയാണ് സർക്കാർ ഈ ഒരു കാര്യവുമായി മുന്നോട്ട് പോകുന്നത് എന്നാണ് താങ്കൾ പറഞ്ഞതല്ലേ? മാഡം, ഞാൻ സർക്കാരിനെതിരല്ല സംസാരിച്ചത്. പക്ഷേ ഈ ഫുട്ബോളിന്റെ ആ ഒരു സ്വീകാര്യത അല്ലെങ്കിൽ ലോകത്തിന്റെ പാവപ്പെട്ടവന്റെ വിശപ്പിനെ മാറ്റുന്ന അല്ലെങ്കിൽ അതിന് സമൂഹത്തിൽ എന്താ പറയാ തലവെച്ച് നിൽക്കാൻ പാവപ്പെട്ട കളിക്കാർക്ക് അവസരം ഒരുക്കുന്ന വലിയൊരു മാധ്യമത്തെ ദുരുപയോഗം ചെയ്തെന്ന് ഞാൻ പറയാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയ നമ്മളെ ഇവിടുത്തെ പോലെ എന്താ പറയാ കൈക്കൂലി കൊടുത്താലോ അല്ലെങ്കിൽ നമ്മുടെ സ്വാധീനം കൊണ്ടോ വരുത്താൻ പറ്റുന്നൊന്നല്ല. ഫുട്ബോൾ എന്ന് പറയുന്നത് വളരെ പ്രൊഫഷണലാണ്. ആ പ്രൊഫഷണൽ കുറെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിച്ചാൽ മാത്രമേ നമുക്ക് ആ ടീമിനെ ഇവിടെ കൊണ്ടുവരാമെന്നുള്ള യാഥാർത്ഥ്യം ആദ്യം മനസ്സിലാക്കണം. നമുക്ക് അതിനുള്ള അടിസ്ഥാനം ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിന് അവരുടെ ലൈസൻസ് ക്രൈറ്റീരിയ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ സ്റ്റേഡിയം അതിനനുസരിച്ച് ഇതല്ല. ഇന്നത്തെ പത്രത്തിലും പ്രധാനപ്പെട്ട ന്യൂസാണ്. ഒരു ISL നടത്താൻ പോലും പര്യാപ്തമായ ഒരു സ്റ്റേഡിയം നമുക്കില്ലാത്തപ്പോഴാണ് ഇന്റർനാഷണൽ മത്സരത്തിന്. പിന്നെ അത് മാത്രമല്ല, അർജന്റീനൻ ടീം വന്നാൽ മാത്രം പോരാ, റാങ്കിങ്ങിൽ ഏറെ മുന്നിലുള്ള മറ്റൊരു ടീമിനെ നമ്മൾ കണ്ടെത്തണം. ഇതൊക്കെ പ്രാക്ടിക്കലി ഈ ചുരുങ്ങിയ സമയത്ത് നടക്കുന്ന കാര്യം. ഇന്റർനാഷണൽ ഫ്രണ്ട്ലീസ് എന്ന് പറയാം, ഇന്റർനാഷണൽ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ടീമുകൾ കൊണ്ടുവരണമെങ്കിൽ അവരെ കലണ്ടർ പ്രിപ്പയർ ചെയ്യണം. നമ്മളെ ഇവിടുത്തെ പോലെ നാളെ മത്സരമാണ് ഇന്ന് പ്രാക്ടീസ് തുടങ്ങുന്ന ഒരു സിസ്റ്റം അല്ല അവിടെ ഉള്ളത്. ഇത് ഇന്റർനാഷണൽ ആണ്, ശരിക്കും പ്രൊഫഷണലാണ്. വളരെ വൈകാരികമായിട്ട് പ്രതികരിക്കുന്നത് എന്തെന്ന് പറയാ, ഇതിനെ ദുരുപയോഗപ്പെടുന്നത് ഞാൻ പറയാം, ഇലക്ഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴേ പ്രയോജനപ്പെടുന്ന വേറൊരു മാധ്യമമാക്കി മാറ്റരുത്. അത് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതേ വാക്ക് പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും. കാരണം അത്രയും സന്തോഷമാണ് ഇപ്പൊ മെസ്സിയെ പോലെ അർജന്റീന പോലെ ടീം ഇന്ത്യയിൽ എത്തുക എന്ന് പറയുന്നത്. അത് ലോകത്തിലെ ഏറ്റവും വലിയൊരു സംഭവമായിട്ട് തന്നെയാണ് നമുക്ക് മാറ്റാൻ സാധിക്കുക. പക്ഷെ നമ്മൾ അത് പറഞ്ഞാൽ ജനങ്ങളെ പറ്റിക്കരുത്, ഇതാണ് എനിക്ക് പറയാനുള്ളത്. യഥാർത്ഥ ഫുട്ബോൾ പ്രേമികളെ പറ്റിക്കരുത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി. പക്ഷേ എബിൻ, ഈ പറയുന്നത് ഇത് നടക്കുകയായിരുന്നെങ്കിൽ, മെസ്സിയും ടീമും കേരളത്തിൽ വരികയായിരുന്നെങ്കിൽ അത് കേരളത്തിലെ കായിക ചരിത്രത്തിനെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നാകുമായിരുന്നു. തീർച്ചയായിട്ടും മാം, അത് കേരളത്തിലെ തന്നെ അതിൽ ഇന്ത്യക്ക് തന്നെ ഇൻഫ്ലുവൻസ് ആണ്. കാരണം ഫുട്ബോൾ എന്നുള്ള മാധ്യമം ലോകത്തിലെ നമുക്ക് നോക്കി അർജന്റീനയും ബ്രസീലിനെ പോലുള്ള രാജ്യങ്ങൾ, പാവപ്പെട്ട രാജ്യങ്ങൾ, അവിടെ നമുക്കറിയാം നെയ്മറിനും മെസ്സിക്കൊക്കെ കിട്ടുന്ന സാലറി വേജസിനെ കുറിച്ച്. അതുപോലെ നിരവധി താരങ്ങളെ ഇന്ത്യയിൽ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു വലിയൊരു പോസിറ്റീവ് എനർജി ആയിട്ട് അത് മാറിയാണ്. കാരണം ഫുട്ബോൾ എന്ന് പറയുന്ന മാധ്യമം ലോകത്തിനെ മൊത്തം കീഴടക്കിയിരിക്കുന്ന വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരിതാണ്. ആ ജെന്യൂൻ ആയിട്ടുള്ള കോഴ്സിനെ നല്ല രീതിയിൽ ഉപയോഗിച്ചുള്ള ഒരു പ്രൊഫഷണലിസം വരെ കൊണ്ടുവരാൻ ഒരു മോട്ടിവേഷൻ ആകുമായിരുന്നു. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ കുറച്ചുകൂടെ വർക്ക് ചെയ്യാനും കുറച്ചുകൂടെ ആത്മാർത്ഥമായിട്ടിരിക്കാനും സമൂഹത്തിലൊരു അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് പൊതുജനങ്ങളെ നമ്മളെ മയക്കുമരുന്നിന്റെ മദ്യത്തിന്റെ എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ഷോ നടത്തുകയല്ല, അതിനെ റിയൽ ആയിട്ട് നമുക്കത് തടഞ്ഞു നിർത്താൻ കഴിയും. കാര്യം നമ്മൾ തന്നെ സ്വാമി വിവേകാനന്ദ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മകനും ഭ്രാന്താണെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ വിട്ടാൽ മതി. അതുപോലെയാണ് നമ്മൾ ഈ ശരിക്കും ഫുട്ബോൾ എന്ന് പറയുന്ന മാധ്യമം ഉപയോഗിക്കേണ്ടത്. സീരിയസ് ആയിട്ട് സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഏൽപ്പിക്കുക, അല്ലാതെ വെറുതെ കൊട്ടിഘോഷിക്കാനല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്. മെസ്സി വന്നിരുന്നെങ്കിൽ അർജന്റീന വന്നിരുന്നെങ്കിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടായിരുന്നു.